പയ്യന്നൂരിലെ ടി പുരുഷോത്തമന്റെ ചെമ്മീൻ ഷെഡ് കത്തിച്ച കേസിൽ കള്ളൻ കപ്പലിൽ തന്നെയെന്ന് പയ്യന്നൂർ ഏരിയ സെക്രട്ടറി. എന്തുകൊണ്ട് ഷെഡ് മാത്രം കത്തിച്ചു എന്നും വെള്ളത്തിൽ അതിനേക്കാൾ വിലപിടിപ്പുള്ളവ ഉണ്ടല്ലോ എന്നും പി സന്തോഷ് കുമാർ പറഞ്ഞു. പയ്യന്നൂരിലെ പോലീസ് കഴിവുകെട്ട സംവിധാനമാണെന്നും നിയമം ഞങ്ങൾ കയ്യിലെടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുതെന്നും മുന്നറിയിപ്പ്. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുകയാണ്. നിഖിൽ, ഈ വിഷയത്തിൽ CPIMന്റെ മുന്നറിയിപ്പ് തുടരുകയാണ്. അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഈ ഷെഡ് കത്തിക്കുന്നതിനേക്കാൾ നല്ലത് വെള്ളത്തിൽ ഉണ്ടല്ലോ എന്നതാണ് CPIMന്റെ ഏരിയ സെക്രട്ടറി പറയുന്നത്. CPIM ഇക്കാര്യത്തിൽ പറയുന്നത് തങ്ങൾക്ക് ഇക്കാര്യത്തിൽ യാതൊരു പങ്കുമില്ല എന്നതാണ്. അത് ആവർത്തിച്ച് സംഭവം നടന്നത് മുതൽ പറയുന്നതുമാണ്. പയ്യന്നൂരിൽ ഇത്തരത്തിലുള്ള വിവിധ സംഭവങ്ങളുടെ പേരിൽ ഇടതുപക്ഷത്തിനെതിരെ നടക്കുന്ന പ്രചാരണങ്ങൾക്കെതിരെയും ഒപ്പം തന്നെ യഥാർത്ഥ പ്രതികളെ പിടികൊണ്ടുമെന്നാവശ്യപ്പെട്ടും പയ്യന്നൂർ DYSP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി സന്തോഷ് ഈ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. പറയുന്നത് അവിടെ ഷെഡ് മാത്രമാണ് അങ്ങനെ നശിപ്പിക്കണം, ഒരു അക്രമം നടത്തണം എന്നൊരു ചിന്ത CPIMന് ഉണ്ടായിരുന്നെങ്കിൽ അതിനേക്കാൾ വില കൂടിയ സാധനങ്ങൾ അവിടുത്തെ ഈ ചെമ്മീൻ കെട്ടുണ്ടല്ലോ അതെന്താണ് നശിപ്പിക്കപ്പെടാതെ പോയത്? അത് ഈ സംഭവം നടന്ന ദിവസം മാത്രം ഈ ചെമ്മീൻ ഷെഡിൽ ആളുണ്ടായിരുന്നില്ല എന്ന് പുരുഷോത്തമൻ പറയുന്നു. അങ്ങനെയെങ്കിൽ അന്ന് ആൾ എവിടെ പോയി എന്ന കാര്യം അവർക്കല്ലേ അറിയുക തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് കള്ളൻ കപ്പലിൽ തന്നെ എന്നതാണ് CPIM ഈ വിഷയത്തിൽ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല നിഖിൽ, എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കുഞ്ഞികൃഷ്ണനൊക്കെ പിന്തുണ കൊടുത്ത ആളുകൾക്കെതിരെയൊക്കെ വലിയ അക്രമങ്ങളൊക്കെ ആ ഭാഗത്ത് ആ തരത്തിൽ ഭീഷണിയും ഒക്കെ ഉണ്ടായി. അതിലൊന്നും CPIMന് നേരിട്ട് പങ്കില്ല എന്ന് പറയുകയാണ് CPIMന്റെ നേതാക്കൾ. ആ തരത്തിൽ വലിയ ജനകീയ പ്രതിഷേധം തന്നെ, ആ പ്രതിരോധം തന്നെ തീർക്കുന്ന ശ്രമത്തിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ വിശദീകരണവും. തീർച്ചയായും രുചിഷ്, അങ്ങനെ തന്നെ പറയണം. കാരണം ഈ ചെമ്മീൻ കെട്ട് വിഷയം മാത്രമല്ല, അവിടെ ടി പ്രസന്നൻ എന്ന് പറയുന്ന വി കുഞ്ഞികൃഷ്ണൻ ഗുല്ലിയുടെ ബൈക്ക് കത്തിച്ച സംഭവം ഉണ്ടായിരുന്നു. അതിലും CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ ഒരു വിശദീകരണം ഇപ്പോൾ പറയുന്നുണ്ട്. കാരണം ആ വീട്ടുമുറ്റത്ത് 2 ബൈക്കുകൾ തുടരുക. ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ കൂടി ചേരുകയാണ്. വി കുഞ്ഞികൃഷ്ണൻ, ഇപ്പോൾ CPIMന്റെ ഏരിയ സെക്രട്ടറി പറയുന്നത് ഈ പയ്യന്നൂരിലെ പുരുഷോത്തമന്റെ ചെമ്മീൻ ഷെഡ് കത്തിച്ച കേസിൽ പറയുന്നത് കള്ളൻ കപ്പലിൽ തന്നെയാണ്, ഞങ്ങളല്ല ഇതിന് പിന്നിൽ എന്നതാണ്. എന്തുകൊണ്ടാണ് ഷെഡ് മാത്രം കത്തിച്ചത് എന്നതാണ് ചോദ്യം. കേൾക്കാം, തുടരാം. എന്നോടാണോ ചോദിച്ചത്? MLA തന്നെയാണ്, തുടരാം. ഇത് സ്ഥിരമായി പറയുന്ന ഒരു പല്ലവിയാണ്. പിന്നൊരു DYSP ഓഫീസ് മാർച്ച് നടത്തിയല്ലോ LDF. അപ്പൊ അതില് 3 കേസ് അന്വേഷിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് അവര്. തെരഞ്ഞെടുപ്പ് സമയത്ത് 22ഓളം കേസ് ഉണ്ടായിരുന്നു. അതിൽ 3 കേസ് മാത്രം അന്വേഷിക്കാൻ ആവശ്യപ്പെടാൻ എന്താണ് കാരണം എന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പൊ അതിൽ 1 കേസ് ഞങ്ങൾക്കെതിരെയുള്ള ആരോപണവും 2 കേസ് LDFനെതിരെയുള്ള ആരോപണവും എന്ന നിലയിൽ വന്നതാണ്. അപ്പൊ ഞങ്ങൾക്കെതിരെ വന്ന ആരോപണത്തിലെ പ്രതിയെ പോലീസ് പിടിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ബന്ധു തന്നെയാണ്. അപ്പൊ ഇത് തകർത്തത് ഞാൻ ആളയച്ചിട്ടാണ് എന്ന് CPIMന്റെ ലോക്കൽ സെക്രട്ടറി അന്ന് മാധ്യമങ്ങൾക്ക് ബൈറ്റ് നൽകിയതാണ്. ഇപ്പോ അത് അറസ്റ്റ് ചെയ്തപ്പോ ആരെയാണ് എന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് MLA ഈ ആരോപണത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് CPIM. ഞാൻ പറയുന്നത് തന്നെ, ഈ പുരുഷോത്തമന്റെ വീട് കത്തിച്ചപ്പോ, കാറ് കത്തിച്ചപ്പോ അതില് CPIMന് പങ്കില്ല എന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞു പയ്യന്നൂരിലെ. പക്ഷെ പിന്നീട് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തപ്പോൾ മുഴുവൻ ആളുകളും CPIMന്റെയും DYSPയുടെയും പ്രവർത്തകരാണ്. അവരെ പോലീസ് സ്റ്റേഷനിൽ പോയി അഭിവാദ്യം ചെയ്ത് മുദ്രാവാക്യം മുഴക്കി കോടതിയിൽ കൊണ്ടുപോകും പ്രകടനം നടത്തി. കോടതി റിമാൻഡ് ചെയ്തപ്പോൾ അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പ്രകടനം നടത്തി. ജാമ്യം ലഭിച്ച് തിരിച്ചു വന്നപ്പോൾ വീരോചിതമായ സ്വീകരണം അവർക്ക് CPIM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി.
അപ്പൊ തുടക്കത്തിൽ പറഞ്ഞത് CPM ഇതുമായി ഒരു പങ്കുമില്ല, ഒരു ബന്ധവുമില്ല എന്നാണ്. പക്ഷെ ഈ യാത്രയപ്പ് നൽകിയതും ഈ സ്വീകരണം നൽകിയതും ഈ ആവേശകരമായ മുദ്രാവാക്യം വിളിച്ചതുമെല്ലാം CPM ആണ്. അപ്പോ ഒരു വിഷയം വരുമ്പോ വഴിതിരിച്ചു വിടാനുള്ള പ്രചരണം നടത്തുക എന്നുള്ളത് അവരുടെ ഒരു സ്ഥിരം ശൈലിയാണ്. കള്ളൻ കപ്പലിൽ തന്നെ ആണെങ്കിൽ കള്ളനെ പിടിക്കണമല്ലോ, അത് പിടിക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിനാരാ തടസ്സമുള്ളത്? അപ്പൊ ആ നിലയിൽ ആരാണ് എന്ന് നോക്കി പിടിക്കാൻ ആവശ്യമായ നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷെ LDF ഭരിച്ചപ്പോ VK കൃഷ്ണന്റെ ചെടിച്ചട്ടി വലിയ പ്രശ്നമാക്കി ഇന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ചടക്കം നടത്താൻ തീരുമാനിച്ച LDFകാര് എന്ത് ഇത്ര കാലവും പിടിക്കാതിരുന്നത്, അവരുടെ ഭരണമുള്ള കാലത്ത് എന്തേ പിടിക്കാതിരുന്നത് എന്നതിന് മറുപടി പറയണ്ടേ? ശ്രീ വി കുഞ്ഞികൃഷ്ണൻ, ഈ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ കേന്ദ്ര കമ്മിറ്റി അടക്കം അത് വലിയ പിഴവുണ്ടായി എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. ആ സമയത്ത് കണ്ണൂരിലെ നേതാക്കൾ ഒരു ന്യായവാദം ഇതിൽ ഈ തരത്തിൽ ഉന്നയിക്കുന്നത് ശരിയാണോ എന്ന തരത്തിലുള്ള ഒരു ചോദ്യം കൂടി ഉണ്ട്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? കാരണം സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന കാര്യത്തിൽ പാർട്ടിക്ക് പോലും, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിക്ക് പോലും സംശയമില്ല. അല്ല, സ്ഥാനാർത്ഥി നിർണയം പയ്യന്നൂരിലും തളിപ്പറമ്പിലും പാളി എന്ന് കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണല്ലോ. പാർട്ടി ജില്ലാ കമ്മിറ്റിയും സമ്മതിച്ചു എന്നാണ് സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പാളിപ്പോയിട്ടുണ്ട് എങ്കിൽ എവിടെയാണ് പാളിപ്പോയത് എന്ന് കണ്ടെത്തി തിരുത്താനല്ലേ ശ്രമിക്കേണ്ടത്. ഇത് തെറ്റ് ചെയ്തവരെ തന്നെ പയ്യന്നൂരിലെ പാർട്ടി നേതൃത്വം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോഴും CPM നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അപ്പൊ കള്ളം കപ്പൽ തന്നെ എന്ന് പറയുന്നവര് ഈ തെറ്റ് ചെയ്തവരുടെ നേതൃത്വത്തിലാണോ പയ്യന്നൂരിലെ CPM വളരേണ്ടത്, CPM മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യം ഉൾപ്പെടെ ചിന്തിക്കേണ്ടതാണ്, അതിലെ അണികൾ ചിന്തിക്കേണ്ടതാണ്. അതോടൊപ്പം താങ്കളുടെ ഒരു ആരോപണം ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് മധുസൂദനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കാൻ നിർബന്ധിതമായത് എന്ന തരത്തിലാണ് ഇന്ന് ജില്ലാ സെക്രട്ടറിയുടെ ഒരു പ്രതികരണം ഉണ്ടായത്. കാരണം ആ പുകമറ അത് ഒഴിവാക്കാൻ വേണ്ടി മധുസൂദൻ തന്നെ സ്ഥാനാർത്ഥിയാകട്ടെ എന്ന് പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് ശരിയാകും എന്ന തരത്തിൽ ആളുകൾക്ക് തോന്നുമെന്നതാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എന്തായി? CPMന്റെ ഉരുക്കുകോട്ടയായ പയ്യന്നൂരിൽ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും യോജിച്ചു നിന്നാലും CPMനെ പരാജയപ്പെടുത്താൻ സാധിക്കാത്ത പയ്യന്നൂരിൽ എന്ത് CPM പരാജയപ്പെട്ടത്? അത് പരിശോധിക്കണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാകും എന്ന നിലയിലല്ലല്ലോ അതിനെ കാണേണ്ടത്. ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്താനുള്ള വിവേകം ജില്ലാ നേതൃത്വം കാണിക്കണ്ടേ? എന്തുകൊണ്ടത് കാണിച്ചില്ല? അതുകൊണ്ട് ശരിയായ ദിശയിലേക്കല്ല പയ്യന്നൂരിലെ പാർട്ടിയെ കൊണ്ടുപോകുന്നത് നേതൃത്വം എന്നതാണ് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ നിലപാട് തിരുത്തിയില്ലെങ്കിൽ CPMന് മുന്നോട്ട് പോകാൻ പയ്യന്നൂരിൽ സാധിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വളരെയധികം നന്ദി ശ്രീ വി കുഞ്ഞികൃഷ്ണൻ MLA പ്രതികരിച്ചതിന്. എന്തായാലും പയ്യന്നൂരിലെ TI പുരുഷോത്തമന്റെ ചെമ്മീൻ ഷെഡ് കത്തിച്ച കേസിൽ ആരോപണം കടുപ്പിക്കുകയാണ് പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ഉണ്ടായിരുന്നത്. എന്തായാലും പോലീസ് ഈ ആളുകൾക്ക് ഒപ്പമാണ്, കഴിവുകെട്ട സംവിധാനമാണ്, നിയമം ഞങ്ങൾ കയ്യിലെടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത് എന്നൊക്കെയാണ് മുന്നറിയിപ്പുള്ളത്. എന്തായാലും നിലവിൽ പയ്യന്നൂരിലെ പാർട്ടി ഏതെങ്കിലും ശരിയായ ദിശയിലേക്ക് പോകുമെന്ന് കരുതുന്നില്ല എന്ന് വി കുഞ്ഞികൃഷ്ണൻ MLAയും പറയുന്നു. നമുക്ക് ഇനി